ചേച്ചമ്മ ഇതെന്താ നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ, എന്താ പരിപാടി? ഞാനിന്ന് ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് നല്ലൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പോകുന്നതിന് ശേഷം. ഡെസേർട്ട് അല്ലേ? അപ്പോൾ ശരിയാക്കട്ടെ, എന്നിട്ട് ഞാൻ തരാം. ഓക്കെ. ഇന്ന് ഞാനേ നല്ലൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ അതുണ്ടാക്കാൻ വേണ്ടി ഒരു മാങ്ങ, ആപ്പിള്, മധുരനാരങ്ങ, പിന്നെ പപ്പായ, നമ്മുടെ വീട്ടിൽ സ്വന്തം പപ്പായ എല്ലാം എടുത്ത് തിരിച്ചറിയാൻ പറ്റിയ രണ്ടും ഒരേപോലെ ഇരിക്കണം. അടിപൊളിയാവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കായ വെക്കുകയാണെങ്കിൽ ഞാൻ ചേർക്കുന്ന സാധനമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ഇട്ടു. നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര, ഇത് ഒന്ന് കടിക്കാനായിട്ടുള്ളൊരു ഇതിന് ഇത് കായ വറുത്തതാണ് കടിക്കാനായിട്ട് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കാഷ്യൂനട്ട് അതല്ല, എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ളത് കടിക്കാനായിട്ട് കിട്ടണം. ഇനി 1.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ്. നമുക്കിത് മിക്സ് ചെയ്യാം. സലാഡ് എന്ന് പറഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള പച്ചക്കറികൾ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു വെറൈറ്റി പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഫ്രൂട്ട്സ് പലതരത്തിലുള്ളത് അരിഞ്ഞിട്ടുണ്ടാകും. ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളുടെ വിനാഗിരിയൊക്കെ ഒഴിക്കണമെന്നുണ്ട്. നമ്മുടെ പപ്പ ഇപ്പോൾ വന്നിട്ടുണ്ട്. പപ്പയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. പപ്പ പല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ഫങ്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് ഉൾക്കൊള്ളാവോ? സോഫ്റ്റായിട്ട് കടിക്കുന്നതിൻ്റെ കൂടുതലേ ക്രിസ്പി. അപ്പോൾ നമുക്ക് പിള്ളേരെ ഇത് ചോറിൻ്റെ കൂടെ ഞാൻ തരാം നിങ്ങൾക്ക്, ചോറും കൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.